കേരളത്തിൽ ബി.ജെ.പി. ഭരിക്കുന്നത് രണ്ട് നഗരസഭകളാണ്. ഒന്ന് അയ്യപ്പന്റെ ജന്മനാടെന്ന് വിശേഷിപ്പിക്കുന്ന പന്തളം, രണ്ട് കരിമ്പനകളുടെ നാടെന്ന് വിശേഷിപ്പിക്കുന്ന പാലക്കാട്. ഈ രണ്ട് നഗരസഭകളിലും ബി.ജെ.പിയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ കോൺഗ്രസ് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പന്തളം നഗരസഭയ്ക്കകത്ത് ബി.ജെ.പിയിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അവിടെയുള്ള ബി.ജെ.പി. അംഗങ്ങൾ തന്നെ ബി.ജെ.പിയുടെ ചെയർമാനെതിരെ നേരത്തെ രംഗത്ത് വന്ന് നമ്മൾ കണ്ടതാണ്. പാലക്കാട്ട് ബി.ജെ.പിയിലെ പ്രശ്നങ്ങൾ സമാനതകളില്ലാത്തതാണ്. പാലക്കാട്ട് ബി.ജെ.പിയുടെ ഭരണം തൂത്തെറിയാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് നഗരസഭ എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കണം, പന്തളം കോൺഗ്രസിനെ തിരിച്ചു പിടിക്കണം, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി. വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യർ, KPCC ജനറൽ സെക്രട്ടറി, സന്ദീപ് വാര്യർ അടക്കമുള്ളവർ പാലക്കാട് നഗരസഭ തിരിച്ചുപിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ, പാലക്കാടിന്റെ മുൻ MLA, ഇപ്പോൾ വടകര ലോക്സഭാ അംഗമായ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പന്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ എണ്ണയിട്ട യന്ത്രം കണക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് നഗരസഭയിൽ ഇത്തവണ കോൺഗ്രസ് അധികാരം പിടിക്കുമെന്നാണ് ബി.ജെ.പി. പ്രവർത്തകർ പോലും പറയുന്നത്. കാരണം പാലക്കാട് നഗരസഭയിൽ സമാനതകളില്ലാത്ത ബി.ജെ.പിക്കകത്ത് വിഭാഗീയ പ്രശ്നങ്ങൾ നിലനിന്നുകൊണ്ടിരിക്കുന്നു. ബി.ജെ.പിയുടെ സംസ്ഥാന നേതാവായ സന്ദീപ് വാര്യരുടെ ഭാഷയിൽ പറഞ്ഞാൽ, പാൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പ് മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്ന കൃഷ്ണകുമാറിനെതിരെ വലിയ വികാരം ബി.ജെ.പി. പ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിന്റെ അപ്രമാദിത്വത്തിനെതിരെ, കൃഷ്ണകുമാറിന്റെ ഒരു അനുയായി തന്നെയാണ് അവിടെയുള്ള ബി.ജെ.പിയുടെ ഈസ്റ്റോ വെസ്റ്റ് ഏതൊരു ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത്. ഇവർക്കെതിരെ വലിയ ജനവികാരം, പാർട്ടിക്കകത്ത് വികാരമുണ്ട്. അത് മുതലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. പാലക്കാട്ട് വികസന മുരടിപ്പുണ്ട്. പാലക്കാടിന്റെ MLA, പാലക്കാടിന്റെ MP എല്ലാം കോൺഗ്രസുകാരാണ്. പാലക്കാടിന്റെ നഗരസഭാ ചെയർമാൻ പദം കൂടി ഒരു കോൺഗ്രസുകാരൻ എത്തണമെന്ന വാശിയിൽ ആണ് കോൺഗ്രസിന്റെ പ്രവർത്തനം. പാലക്കാട് മാത്രമല്ല, അയ്യപ്പന്റെ മണ്ണായ പന്തളത്ത് വർഗീയ രാഷ്ട്രീയത്തിന്റെ വിത്ത് പാകിയ സംഘപരിവാറിനെ പന്തളം നഗരസഭയിലെ പടിക്ക് പുറത്താക്കാനുള്ള പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിന് പന്തളം നഗരസഭയും തിരിച്ചു പിടിക്കണം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭ ഭരണം പിടിച്ചപ്പോൾ നഗരസഭ ആഫീസിന് മുകളിൽ കാവി പതാക ഉയർത്തി ജയ് ശ്രീറാം എന്ന് വിളിച്ചത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തുന്നതിന് പകരം കാവി പതാക ഉയർത്തിയ ഭാരതത്തെ വെല്ലുവിളിച്ച സംഘപരിവാറിനെ പാലക്കാട് നഗരസഭയിൽ നിന്ന് പുറത്താക്കി പടിയടച്ച് പിണ്ടം വെക്കാനുള്ള ഉത്തരവാദിത്തം കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുകയാണ്. വാർഡ് കമ്മിറ്റികളുടെയും ബൂത്ത് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളുമാണ് പാലക്കാട് നഗരസഭയിൽ നടന്നു വരുന്നത്. പന്തളത്തും സ്ഥിതി മറ്റൊന്നല്ല. പന്തളത്തെ ബി.ജെ.പിയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് കടന്നു വരികയാണ്. ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ, വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ പന്തളം നഗരസഭയിലെ ഓരോ ഡിവിഷനുകളിലും കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തി, എണ്ണയിട്ട യന്ത്രം കണക്കെയുള്ള പ്രവർത്തനം നടത്തി ബി.ജെ.പിയുടെ ഭരണത്തെ തൂത്തെറിയാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പന്തളത്തെയും പാലക്കാട്ടെയും കാവിവൽക്കരിച്ച് മുന്നോട്ട് പോകുന്ന ബി.ജെ.പിക്ക് സംഘപരിവാറിന് കൃത്യമായ മറുപടി ബാലറ്റിലൂടെ കൊടുക്കാൻ അവിടെയുള്ള ജനങ്ങൾ തയ്യാറെടുത്തു കഴിഞ്ഞു. രണ്ട് നഗരസഭയ്ക്കകത്തും ബി.ജെ.പിയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ കാരണം ഭരണം സ്തംഭിച്ച അവസ്ഥയിലാണ്. വികസന മുരടിപ്പാണ്. ഇതിന് പരിഹാരം കാണണമെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ഈ നഗരസഭകളിൽ അധികാരമേൽക്കണം. ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ബി.ജെ.പിക്ക് ഭരണമുള്ള രണ്ട് നഗരസഭകളിലും ബി.ജെ.പിയെ പുറത്താക്കി ജനാധിപത്യം, മതേതരത്വം പൂത്തുലയുന്ന ദിവസം വരാൻ ഇനി കേവലം ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പ് മാത്രം മതി. പാലക്കാട് MP-യും MLA-യും സ്വന്തമായുള്ള കോൺഗ്രസ് പാർട്ടി പാലക്കാട് നഗരസഭാ ഭരണം കൂടി പിടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.